ഗാന്ധി ടോക്സ് എന്ന സിനിമ, അരവിന്ദ് സ്വാമി, പിന്നെ നമ്മുടെ വിജയ് സേതുപതി, പിന്നെ ഹിന്ദിയിൽ കുറച്ച് നടന്മാരൊക്കെ ഉണ്ട്. എന്നാലും തമിഴ് മൂവിയാണ്. പക്ഷേ ഇത് സംസാരമില്ല. നമ്മുടെ പഴയ പുഷ്പവിമാനം പോലത്തെ ഒരു സിനിമയാണ്, കമൽഹാസൻ ചെയ്ത പോലത്തെ. മ്യൂസിക് ഉണ്ട് ഇതിൽ. പക്ഷേ നല്ല തിയേറ്ററിൽ ബോറടിപ്പിക്കാതെ, എന്താ പറയുക, സംസാരം വിഷ്വൽ കൊണ്ട് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു സിനിമയാണിത്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് ബോറടിക്കില്ല. അതുപോലെ തന്നെ മറ്റേ അതിഥി റാവു എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ് അതിൽ നായികയായിട്ട്. നല്ല എല്ലാം കൊണ്ടും അടിപൊളിയായിട്ട് നല്ല രസമുണ്ട്. അരവിന്ദ് സ്വാമിയും, അതായത് ഇതിൽ സംസാരമില്ല. ശരിക്കും നമ്മുടെ അഭിനയം കൊണ്ടാണ് ഇത് ഫേമസ്, നമ്മളെ കൺവേ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ വിജയ് സേതുപതിയും അരവിന്ദ് സ്വാമി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് രണ്ടുപേരും രണ്ട് ഇമോഷനാണ്. ഒരാൾ കുറച്ചും എന്താ പറയുക, നമുക്ക് അവസാനം കുറേ കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നുണ്ട്. സസ്പെൻസാണ്, രസമാണ്. ഓക്കെ, താങ്ക് യു. പടം ഒരു എക്സ്പെരിമെൻറ്റ് മൂവിയാണ്. എന്തായാലും ഇങ്ങനത്തെ ഒരു അറ്റംപ്റ്റ് ചെയ്തതിന് തന്നെ അവർക്ക് അപ്രിസിയേഷൻ വേണം. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ പടം ആൾക്കാർ ഉൾക്കൊള്ളാൻ ഭയങ്കര പാടാണ്. കാരണം ചാർലി ചാപ്ലിൻ പോലത്തെ ഒരു മൂവിയാണ്. ആൾക്കാർ സംവാദങ്ങളില്ല, എല്ലാ എക്സ്പ്രഷൻസും കൊണ്ടും മ്യൂസിക്കും കൊണ്ടുമാണ് കൺവേ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മൂവീസ് കുറേ പേര് അക്സെപ്റ്റ് ചെയ്യാനുള്ള സംഭവം എന്തായാലും ഉണ്ടാവില്ല. എന്തായാലും നല്ലൊരു മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് അരവിന്ദ് സ്വാമി ആയാലും വിജയ് സേതുപതി ആയാലും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അവരുടെ ആ റോള്. പിന്നെ അതിഥി റാവുയുടെ റോളും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും എക്സ്പ്രഷൻ കൊണ്ടുള്ള കളിയാണ്. അപ്പോൾ ഇത് എങ്ങനെ തിയേറ്ററിൽ വരുമ്പോൾ എല്ലാവരും ഉൾക്കൊള്ളാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്നാലും ഒരു എക്സ്പെരിമെൻറ്റ് മൂവി ഇഷ്ടപ്പെടുന്നവർക്ക് കാണാൻ പറ്റുന്ന എല്ലാ സംഭവങ്ങളുണ്ട്. കഥയുണ്ട്, അതായത് അത്യാവശ്യം മണി ടോക്സ്, അതായത് ഗാന്ധി ടോക്സ് മീൻസ് മണി ടോക്സ്, അതാണ് സംഭവം. അതായത് നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഡയലോഗ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി. ശരിക്കും സൈലന്റ് ആയിട്ട് തന്നെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഐ മീൻ ചില ഭാഗങ്ങളിൽ കുറച്ച് ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, എന്താണ് കഥയിൽ നടക്കുന്നത് എന്നുള്ളത് കാണിക്കാൻ. പക്ഷെ അവർ ഉദ്ദേശിച്ച രീതിയിൽ മെസ്സേജസ് ഓഡിയൻസിലോട്ട് കൺവേ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് ലാഗായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് മലയാളത്തിൽ കണ്ടന്റ് ഓറിയന്റഡ് സിനിമകൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നു പറഞ്ഞത് തമിഴിന് അത്രയും കണ്ടന്റ് ഓറിയന്റഡ് അക്സെപ്റ്റ് ചെയ്യില്ല. അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര റിസ്ക് ആണ്. സേതുപതിയെ പോലെ അല്ലെങ്കിൽ ഇവരെ പോലെ വലിയ കാസ്റ്റിംഗ് ഇത്രയും വലിയ എക്സ്പീരിയൻസ്. അതെ അതെ, അല്ല ഞാനും വിചാരിച്ചു സേതുപതിയൊക്കെ ഇപ്പോഴും ഇങ്ങനത്തെ ഒരു ഫിലിമിനെ ഇപ്പോഴും അപ്രോച്ച് ചെയ്യുന്ന രീതി, ആൾ ആ ഒരു സ്റ്റാർട്ടപ്പിൽ നിൽക്കുമ്പോഴും ഇതുപോലത്തെ ഫിലിംസ് ചെയ്യാൻ കാണിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, എല്ലാവരുടെയും എഫേർട്ടും കാര്യങ്ങളും കാണാനുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. എസ്പെഷ്യലി ആസ് എൻ ആക്ടർ എനിക്ക് എല്ലാവരുടെയും അതിൽ അഭിനയിച്ച എല്ലാവരുടെയും ആക്ടിങ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് വർക്കായ. ഒരു ആക്ടറിൻ്റെ മീഡിയം എന്ന് പറയുന്നത് ഡയലോഗാണ്, കമ്മ്യൂണിക്കേഷൻ ഓഡിയൻസുമായിട്ടുള്ള. അപ്പോൾ അത് ഈ സിനിമയിൽ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുണ്ടായിരുന്നു. അത് എല്ലാവരും മെയിൻ ആക്ടേഴ്സ് ഉൾപ്പെടെ ചെറിയ ക്യാരക്ടർ റോൾ ചെയ്ത് എല്ലാവരും തന്നെ ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമായി. കുറെ വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിൽ ഒരു പടം വന്ന സംസാര ആരോഗ്യത്തിന് ഹാനിയായിരുന്നു. എന്നാൽ അതിനും കുറച്ച് സംസാരിക്കുന്നത് കംപ്ലീറ്റ്ലി മ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. പാട്ടുകൾ വന്നത് ഭയങ്കര എക്സ്പെരിമെന്റ് ആണ് വരുന്നത്. ഇത്രയും റിസ്ക് എടുക്കാൻ ചെയ്യുമ്പോൾ അല്ല, അവരെടുത്ത റിസ്കിനപ്പുറം ഇതിന്റെ ലീഡ് ചെയ്ത രണ്ടുപേരുണ്ടല്ലോ, വിജയ് സേതുപതി ആയാലും ശരി, അദ്ദേഹം അവരെടുത്തൊരു റിസ്ക് ആണ് ആക്ച്വലി. ഇങ്ങനെ ഒരു ഇത് അവർക്ക് കൺവേ ആവുകയും അത് അവർ ചെയ്യാൻ തയ്യാറാവുകയും ചെയ്തതിലാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് പുതിയ ആൾക്കാരെ വെച്ച് വേണമെങ്കിലും ആ ഡയറക്ടറിന് ചെയ്യാൻ വരുന്നു. എങ്കിൽ പോലും ഇവരെടുത്തതാണ് എന്നെ കൂടുതൽ അതിശയിപ്പിച്ചതെന്ന് എനിക്ക് ഫീൽ ചെയ്യാൻ തോന്നുന്നു. ഓക്കെ, ഇനി ഗംഭീരമാവട്ടെ, അടിപൊളിയാവും. അട്രാക്ട് ചെയ്ത് ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും ക്യാരക്ടറും അതിലുള്ള അവരുടെ ഡെപ്തൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു മോറൽ വാല്യൂള്ള പടമായതുകൊണ്ട് കുറച്ച് കൂടുതൽ വർക്കാണ്. താങ്ക് യു. കഥ പറയുക എന്നുള്ളതാണ് കൂടുതൽ ഡയലോഗ്സിനേക്കാൾ അത് ഇതിൽ കൺവേ ചെയ്യുന്നുണ്ട് ഈ ഫിലിം. വളരെ വളരെ നല്ല ബീജിയമാണ് അതിനകത്ത് എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ബീജിയമാണ്. അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇതെല്ലാം കൊണ്ടും സൗണ്ടിന് പ്രാധാന്യം ഉള്ള ഒരു സിനിമയാണ്. അതിനകത്ത് ഡയലോഗ്സ് ഇല്ല, അതിനകത്ത് വേറെ ഒരു നരേഷനൊന്നുമില്ല. പക്ഷേ അത് കഥ പറയുന്നുണ്ട്, വിഷ്വലി കഥ പറയുന്നുണ്ട്. സിനിമ അതാണ്, ഫിലിം അതാണ്. അത് ബിജെപി തന്നെ പിടിച്ചിരിക്കുന്ന ആ ഒരു എന്നുവെച്ചാൽ ഗംഭീര സാധനമൊന്നും അല്ല, പക്ഷെ എന്നാലും നമ്മൾ അതിൻ്റെ ഒരു മൂഡിലങ്ങ് ഇരുന്ന് പോകുന്നുണ്ട്. എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിജയ് സേതുപതിയും അരവിന്ദ് സ്വാമി ഇല്ലേ, രണ്ടുപേരും നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. രണ്ടുപേർക്കും അവർ തന്നെയാണ് കറക്റ്റ്, ആ കഥാപാത്രത്തിന് ആപ്റ്റായിട്ടുള്ള രണ്ടുപേര് തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ ആ സീനൊക്കെ സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടാണ് ഇയാൾ വിജയ് സേതുപതി വരുന്നത്. അത് കറക്റ്റായിട്ട് നമുക്ക് കണക്റ്റ് ആവും. പൈസയുടെ ആ ഒരു പ്രാധാന്യം കൊള്ളാം, പരിപാടി കൊള്ളാം, വളരെ മികച്ചൊരിത്.
നന്നായിട്ട് പടം നല്ല പടമാണ്, ഫുള്ളി എൻഗേജ്ഡ് ആണ് പടം. സ്റ്റാർട്ടിംഗ് ഒക്കെ കുറച്ച് ബോറടിച്ച പോലെ തോന്നി, പക്ഷേ പോകെ പോകെ പടം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഒരു പടം കാണാനായിട്ട് ഫീൽ ആയില്ല, ഫുള്ളി എൻഗേജ്ഡ് ആയിരുന്നു. ലാസ്റ്റ് വരെ നിൽക്കുന്നുണ്ട്. ഏതാണ്? ക്യൂരിയോസിറ്റി ബിൽഡ് ഉണ്ട്. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് എൻഗേജ്ഡ് ആണ്.